നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പിയാണ്. ഐസ്ക്രീം കേക്ക്, ചോക്ലേറ്റ് ഐസ്ക്രീം കേക്കാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാരണം കേക്ക് റെസിപ്പീസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ നല്ലൊരു യവണ്ടൻ കേക്ക് റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റെസിപ്പി ഇടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൂസ് ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഹോം ബേക്കേഴ്സ് ഉണ്ട്. അവരിങ്ങനെ പലരും പോസ്റ്റുകൾ വിഷമത്തോടെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓർഡറുകൾ കുറവാണ്, അതുകൊണ്ട് പോസ്റ്റ് ഇടാനൊന്നുമില്ല, അതുകൊണ്ട് പഴയ പോസ്റ്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ഓർഡർ കുറച്ച് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുഴപ്പമൊന്നുമില്ല, അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഒരാൾക്ക് മാത്രമുള്ളതല്ല. ഇപ്പം കുട്ടികൾക്ക് എക്സാമും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓർഡറൊക്കെ കുറയുന്നത്. ആ ഓർഡറുകളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനും ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ നല്ല ചൂടുള്ള സമയത്ത് പറ്റിയ ഒരു കേക്ക് റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കേക്കാണ്. പിന്നെ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ച് ചെയ്യാം, ഓവൻ ഉള്ളവർക്ക് ഓവൻ വെച്ചും ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കും കേക്കൊക്കെ ചെയ്യേണ്ട ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട്, മിക്സിയിലൊക്കെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ മിക്സിയിൽ ചെയ്യുന്നവർക്കും ഈ ഒരു കേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 കിലോ വരുന്ന ഐസ്ക്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ബേസ് ഒന്ന് ഉണ്ടാക്കാം. ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചെറിയ ഒരു കേക്കാണ് ചെയ്യുന്നതെങ്കിലും നമ്മളിതുപോലെ തന്നെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്കിൻ്റെ ബേസ് കിട്ടും. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സാധാരണ കേക്ക് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്, അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്യാണ്. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ അടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അടിക്കുന്ന സമയത്ത് ലോ സ്പീഡിലിട്ടിട്ട് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റ ലെയർ കേക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം കേക്കിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് സ്ക്വയർ വെച്ചൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. നമുക്കൊന്ന് തുറന്നിട്ട് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. തീയുടെ ചൂടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടായിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് പൊങ്ങില്ല, കാരണം വളരെ കുറച്ച് ബാറ്റർ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു കടായിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പാലാണ്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ സിമ്മിലേക്കോ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ആയിട്ടുമില്ല, എന്നാൽ പാലുമല്ല, രണ്ടും അല്ലാത്തൊരു പരുവത്തിലാണുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്ത ഡാർക്ക് കോമ്പൗണ്ടാണ്, 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വെച്ചിട്ട് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ നിറച്ച് നന്നായിട്ട് മെൽട്ടായിട്ടാണുള്ളത്. ആ ഒരു കണ്ടീഷനാണുള്ളത് ഇപ്പോൾ. അതാണ് ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട പിടിച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, 100 ഗ്രാം അളന്നെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുക്കാം.
അപ്പോൾ അതിട്ട് നമുക്കൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് മിക്സ് ആയിക്കോളും. നല്ല ചൂടായിരിക്കുന്ന പാലല്ലേ. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് കേട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കുറഞ്ഞ തീയിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. അത് മതി. മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊന്ന് പോയി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിക്കുന്നത്. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചറായി വരണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. റൂം ടെമ്പറേച്ചറിൽ വെച്ചൊന്ന് തണുത്ത് വന്നിരുന്നാൽ മതി. ആ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ ഞാനിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ ഫ്രീസറിലേക്ക് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടും. ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ, അതൊന്നും തുടച്ച് മാറ്റി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഇട്ടിട്ട് ഹൈയിലിട്ട് തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട്. ആദ്യം ലോയിലിടുക, പിന്നെ അടുത്ത സ്പീഡിലേക്ക് ഇടുക, 3rd സ്പീഡിൽ ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളിത് അടിച്ചെടുക്കണം. ആ മിക്സിയുടെ തണുപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് തിക്കാക്കി എടുക്കണം. തണുപ്പ് പോയി കഴിഞ്ഞാൽ അത് മിക്സി ചൂടാവാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കിത് തിക്കായിട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്ററിൽ തന്നെ ചെയ്തിരുന്നാൽ മതി. പക്ഷേ ബീറ്റർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സാധാരണ കേക്കിന് ചെയ്യുന്ന പോലെ സ്റ്റിഫ് പീക്കാക്കി എടുക്കരുത്. ആദ്യം നമ്മൾ അടിക്കുമ്പോൾ നല്ല വെള്ളത്തിൽ ഇങ്ങനെ ജ്യൂസ് അടിക്കുന്ന പോലത്തെ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക. കാണുമ്പോഴും ആ സൗണ്ടും ഒക്കെ ആ ജ്യൂസ് അടിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്രീം തിക്കായി വരുന്നതിനനുസരിച്ച് നമുക്ക് ആ ബ്ലേഡിൻ്റെ സൗണ്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കിത് പുറത്തു കൂടെ കാണാനും പറ്റും ചെറുതായിട്ട് ആ ഒരു അതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഒരു അനക്കം. അപ്പോൾ ആ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഒറ്റ അടിക്കാൻ നമുക്കങ്ങ് അടിച്ചെടുക്കാം. അത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ സ്റ്റിഫ് പീക്ക് ആവുന്ന പോലെ അത്രയും അങ്ങോട്ട് സ്റ്റിഫ് പീക്ക് ആയിട്ടില്ല. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത് പോലെയല്ല, അതിനെ കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ സ്റ്റിഫ് പീക്ക് ആയിട്ടുമില്ല. അതാണ് ഒരു പരുവം. അപ്പോൾ ഇത് മതി. ഇതിപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ചൂടോടെ ഒഴിക്കുകയേ ചെയ്യരുത്. അതെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ എടുത്തതിൻ്റെ പകുതി മാത്രം ഒഴിക്കുക, ഫുൾ ഒഴിക്കരുതേ. അത് ഇട്ടിട്ട് നമുക്ക് ലോയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാടങ്ങ് കൂടുതൽ സമയമൊന്നും അടിക്കേണ്ട. ചെറുതായിട്ടൊന്ന് ലോയിലിട്ടൊന്ന് അടിച്ച് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. എന്നിട്ടൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്ന് വെച്ചാൽ എല്ലായിടത്തും കൂടെ ഒന്നിച്ചങ്ങ് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വൈറ്റും ചോക്ലേറ്റും കൂടെ എല്ലാം നല്ലപോലെ മിക്സായിട്ട് ഈ ഒരു കളറിലാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് ലോയിലിട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ. ഒരുപാട് സമയം വന്നിട്ട് അടിക്കുകയൊന്നും വേണ്ട. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കത് ഡീബോൾട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒറ്റ ലെയറായിട്ടുള്ള ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്യുന്ന, നമ്മൾ സാധാരണ കേക്ക് സെറ്റ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് ബേക്ക് ചെയ്ത ട്രേ ഉണ്ടല്ലോ, ആ ട്രേ തന്നെയാണ് എടുക്കുന്നത്. 6 ഇഞ്ച് വരുന്ന ട്രേ ആണ്. ആ ട്രേ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലിങ് ഫിലിമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരുപാട് കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് കവർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് വലുപ്പത്തിലുള്ളത് എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ക്ലിങ് ഫിലിം ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കുറച്ചും കൂടെ വെക്കാനും എടുക്കാനും ഒക്കെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേക്കിൻ്റെ ബേസ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അവിടെ അമർത്തി വെച്ച് കൊടുക്കാം. ഏറ്റവും താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ലെയർ വരുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഷെയ്ഡ് വരാനായിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും താഴെ നല്ല ഡാർക്ക് കളർ, അതിന് കഴിഞ്ഞും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളത് മുകളിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഡാർക്ക് കളറുള്ളത് ഒഴിക്കുന്നത്. അതെല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പുണ്ടെങ്കിൽ അടപ്പ് വെച്ച് അടയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ച് നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കണം. നമ്മൾ ഈ ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലല്ല വെച്ച് സെറ്റ് ചെയ്തെടുക്കാം, ഫ്രീസറിലാണ്. ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് തന്നെ തിക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവണമെന്നൊന്നുമില്ല. ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മാറി കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ച ലൈറ്റ് കളറുള്ള ഐസ്ക്രീം മിക്സ് അതൊഴിച്ചു കൊടുക്കാം.
ഇതെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബീറ്ററുകൊണ്ടൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിക്കായി പോകരുത്, സ്റ്റിഫ് പീക്കായി പോകരുത്. പിന്നെ നമ്മൾ കേക്കിന്റെ ക്രീം പോലെ ആയി പോകും. അതുപോലെയല്ല വേണ്ടത്. നമ്മൾ റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് പതുക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് വരണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ഐസ്ക്രീം ചെയ്തെടുക്കണം. സാധാരണ ഐസ്ക്രീം ചെയ്യുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടെ ലൂസായിട്ടാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കല്ലേ, അപ്പോൾ കേക്ക് ആവുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പം ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ ട്രേ കറക്റ്റാണ് കേട്ടോ. നമുക്ക് നേരത്തെ അലുമിനിയം ഫോയിൽ വെച്ച് അങ്ങ് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. നമുക്കത് കുറേ പ്രൊസീജിയറൊക്കെ ആയിട്ട് തോന്നുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിലും ഈസിയാണ്. പക്ഷേ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. കാരണം നമ്മളിത് ഓരോ സെറ്റായിട്ട് വെച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല, നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ച് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒറ്റ ദിവസം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അതിൽ ആദ്യത്തെ മിക്സ് ഒഴിക്കുന്നതും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം, തിക്കായി പോകരുത്. തിക്കാവുകയാണെങ്കിൽ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും ലൂസായിക്കോളും. ഇത് ഞാൻ ഓവർനൈറ്റ് അങ്ങ് വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് സെറ്റായിട്ട് വരട്ടെ, നല്ല കട്ടിയായിട്ട് വരട്ടെ. ഇതിപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാം. അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആ ഒരു പുറത്തോട്ട് കിടക്കുന്ന ആ ഒരു ക്ലിങ് ഫിലിം ഉണ്ടല്ലോ, അത് പിടിച്ചങ്ങ് പൊക്കി ഇങ്ങ് എടുത്താൽ മതി. ആരെങ്കിലും ഒരാൾ ആ പാത്രം ഒന്ന് പിടിച്ച് താഴോട്ട് വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് ഇടണം, എങ്കിൽ മാത്രമേ നമുക്കത് പൊക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ കേക്ക് ബോർഡ് വേണമല്ലോ. പിന്നെ ഇതിന് പകരമായിട്ട് ബട്ടർ പേപ്പർ വെക്കരുത് കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് കീറിപ്പോവും. നമുക്ക് പതുക്കെ ആ ക്ലിങ് ഫിലിം അങ്ങ് വലിച്ചു കൊടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു സ്പാച്ചുല മറ്റോ അടിയിൽ വെച്ച് അങ്ങ് വലിച്ചാൽ മതി. പുറത്തേക്കൊക്കെ ക്രീമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പം പുറത്തേക്ക് എടുക്കുമ്പം ഒരുപാട് സമയം പുറത്ത് വെക്കരുത്. പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് മെൽട്ടായി പോകുന്നില്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കവർ ചെയ്യാനായിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുവരെ നമുക്കിത് ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം, പുറത്ത് വെക്കരുത്. അതാ പറഞ്ഞത്, എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ സാധാരണ കേക്ക് പുറത്ത് വെച്ചിട്ടാണല്ലോ ബാക്കിയെല്ലാം ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ പോവുക. അപ്പോൾ ഒക്കെ നമ്മളത് ഫ്രീസറിലേക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക, പുറത്ത് വെക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഫ്രീസറിനൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടയ്ക്കുമ്പോൾ കുറച്ച് വലിയൊരു അടപ്പ്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്ത് അടച്ച് വെക്കുന്നത്. ഇനി നമുക്ക് കേക്ക് കവർ ചെയ്യാനുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, ചൂട് ഉള്ള വിപ്പിംഗ് ക്രീമാണ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കും. 25 ഗ്രാമൊക്കെ ഉണ്ട്. അത് ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ആ ചൂടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അതങ്ങ് മെൽട്ടായിക്കോളും. ഇനി ഇൻ കേസ് മെൽട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും മതി. അപ്പോൾ അത് മെൽട്ടായിട്ടുണ്ട്, ഒന്ന് തണുക്കട്ടെ. മിക്സിയുടെ ജാറ് നേരത്തെ പോലെ തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നേരത്തെ അടിച്ച പോലെ അതേപോലെ തന്നെ ലോയിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ച് സ്റ്റിഫാക്കി എടുക്കാം. ഇത് നമുക്ക് സാധാരണ ക്രീം ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാനത് ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടി മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബ്ലേഡിൻ്റെ സൗണ്ട് മാറുന്ന സമയത്ത് ഓഫാക്കിയാൽ മതി. നമുക്കിതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ടും വേണ്ട, അതിന് കുറച്ച് മാത്രം ബാക്കി വെക്കുന്നുണ്ട്. അതിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ, ചൂടോടുകൂടി ഒഴിക്കരുത്. ഇനി നമ്മളിത് മിക്സിയിൽ അടിക്കണ്ട, സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചൊന്ന് മിക്സാക്കിയാൽ മതി. മിക്സിയിൽ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ലൂസായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാനിത് സ്പൂൺ വെച്ചാട്ടോ ഇളക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കളറാണുള്ളത്. നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, നല്ല തിക്കായിട്ടല്ലേ ഉള്ളത്. നമ്മളിപ്പോൾ ബീറ്റർ കൊണ്ടൊക്കെ ബീറ്റ് ചെയ്ത പോലെ തന്നെ തിക്കായിട്ടാണുള്ളത്. ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്തെടുക്കാനായിട്ട്. ഞാൻ എടുത്തത് ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ട്രോപ്പോലൈറ്റ് ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീം ആക്കി കൊടുക്കാം. ആദ്യം അങ്ങ് സൈഡിൽ അങ്ങ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിപ്പോൾ കുറച്ചും കൂടെ ലൈറ്റാണ്. ഏറ്റവും ടോപ്പിലുള്ളതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള ഒരു കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാവുക, 4 കളറിൽ. സൈഡിൽ മുഴുവനായിട്ട് ആക്കിയിട്ടുണ്ട്.
ഒരു സ്ക്രേപ്പർ വെച്ച് അത് അവിടെ അങ്ങ് പറ്റിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്പാച്ചുല വെച്ച് അങ്ങ് തേച്ച് കൊടുക്കാം. ഇത് വളരെയധികം ഈസി ആട്ടോ, നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. സാധാരണ കേക്ക് ചെയ്യുന്ന പോലെയല്ല, കാരണം ഇത് നല്ല ഐസാണ്, ഐസ്ക്രീമാണ് ഇത് ഉള്ളിൽ മുഴുവനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ കൂടെ തിക്കാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. ഈ ക്രീം ഒരു ഇച്ചിരി ലൂസായി പോയാലും കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിലേക്ക് ആക്കുമ്പോൾ തന്നെ അത് കട്ടിയായിക്കോളും. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതവിടെ സൈഡിലൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചൊന്ന് പതുക്കെ ഒന്ന് എല്ലായിടത്തോട്ടും ഒന്ന് വെച്ച് കൊടുക്കാം. ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഇരുന്നോളൂ കേട്ടോ, എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ക്രഷ് ചെയ്തത് വേണം ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കൂടെ ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഞാനൊരു 4 വേഫേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് സീക്രട്സിൻ്റെ ഷേപ്പിലുള്ള വേഫേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒക്കെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം പുറമേ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഗ്രേറ്റ് ചെയ്തതിന് ശേഷവും പുറത്ത് വെക്കരുത്, ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിട്ട് നമുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തും കൂടി അങ്ങ് മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ലുക്കുള്ള നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക്. ഇത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. കുറച്ച് കൂടുതൽ പ്രൊസീജിയർ നമുക്ക് കാണുമ്പോൾ തോന്നും, പക്ഷേ അതൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ഈസി ആയിട്ട് തോന്നും. സാധാരണ കേക്ക് ചെയ്യുന്നതിലും എനിക്ക് ഈസി ആയിട്ട് തോന്നി ഈ ഒരു ഐസ്ക്രീം കേക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മൾ ഇന്നല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്, നാളെ ഫ്രീസറിൽ വെച്ച് നല്ല തിക്കായിട്ടിരിക്കുന്ന സമയത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഐസ്ക്രീം കേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. 4 ലെയറായിട്ടുള്ളത് കേട്ടോ. ശരിക്കും ക്യാമറയിൽ അത്രയും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. മേലത്തെ 2 ലെയറായിട്ട് തന്നെ കാണുന്നുണ്ട്, അങ്ങനെ താഴെയും 2 ലെയർ. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ, ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിലിട്ടാൽ മതി, ലിറ്ററലി വായിലിട്ടാൽ മതി, അലിഞ്ഞു പോവും. അതേപോലത്തെ ഐസ്ക്രീം കേക്കാണ്. അടിപൊളി ടേസ്റ്റാട്ടോ. ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും, ഞാൻ അത്ര ചോക്ലേറ്റ് ലവറൊന്നും അല്ല, എന്നിട്ട് പോലും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചിക്കു ഇതിൻ്റെ ഫാനാണ്, അത്രയധികം ഇഷ്ടമാണ് ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കേക്കിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, എളുപ്പത്തിൽ കഴിയും, കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റൂം ടെമ്പറേച്ചറിൽ വലിയ പ്രശ്നമില്ലാതിരിക്കും. അവിടെ എത്തിയ ഉടനെ തന്നെ അത് ഫ്രീസറിൽ വെക്കാനായിട്ട് അവരോട് പറയണം. പിന്നെ ഐസ് ബോക്സ് പോലത്തെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങനത്തെ ഒരു ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഫെസിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ കറക്റ്റ് 1 കിലോ വരുന്ന കേക്കാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 1500 രൂപ മുതൽ 1800 ഒക്കെയാണ്. അതൊക്കെ ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.